തീരാനഷ്ടം കേരളത്തിനും വിപ്ലവ പ്രസ്ഥാനത്തിനാണ് വലിയ നഷ്ടം. അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിനും അതിലേറെ വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല പ്രവൃത്തികൾക്കും തുടക്കം കുറിച്ചത് VS ഉള്ള കാലത്താണ്. ഇപ്പോൾ ആ പ്രവൃത്തിയൊക്കെ പൂർത്തീകരിക്കുന്ന ഉത്തരവാദിത്വമാണ് എന്നിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞങ്ങൾക്കൊരു സങ്കടം എന്താ ചോദിച്ചാൽ VS നന്നായിരിക്കുന്ന കാലത്ത് ഈ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ആഗ്രഹം നടന്നില്ല. അതാണ് VS തുടങ്ങി വെച്ച പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ VS ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവെച്ച ഒരു ജനനായകനായി. ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു എന്താ പറയുക, ഒരു കടുംപിടുത്തക്കാരൻ, വെട്ടിനിരത്തുന്ന ആളെന്നൊക്കെയാണ് അന്നത്തെ പ്രചരണം. 4 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിച്ചു 2001 മുതൽ. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 4900 വോട്ടേ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. പിന്നെ VSനെ അടുത്തറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉയർന്നു. മലമ്പുഴക്കാരുടെ MLA ആയി. അത് എന്താ പറയുക, ഞങ്ങൾക്കും ഭാഗ്യമില്ലാതായി പോയി. കാരണം അദ്ദേഹം 1-2 തവണ കൂടി അവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കിഫ്ബി പദ്ധതിയും മറ്റൊക്കെ ഉള്ളതിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം വികസന രംഗത്ത് ഉണ്ടാക്കാമായിരുന്നു. അതങ്ങനെ അത് അന്ന് VS മലമ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണ്ഡലമാണ്. ഒരിക്കലും പരാജയപ്പെടാത്ത LDF ജയിച്ച മണ്ഡലമാണ്. അവിടെ VS മത്സരിക്കണം എന്നാഗ്രഹിച്ചത് ഇവിടെ തോറ്റത് കൊണ്ടാണ്. ആലപ്പുഴയിൽ തോറ്റല്ലോ. അപ്പോൾ VS അവിടെ മത്സരിക്കട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു. പാർട്ടി അത് തീരുമാനിച്ചു. അങ്ങനെ വന്നതാണ് 2001. പിന്നെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ ആയപ്പോൾ മലമ്പുഴക്കാരനായി VS മാറി. മാത്രമല്ല VSൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അറ്റം വരെ പോകും. അതാണ് VSൻ്റെ ഒരു പ്രത്യേകത. ചിലവർ തുടങ്ങി വയ്ക്കും, പക്ഷെ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കില്ല. VS അതല്ല, അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും എന്നതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. പിന്നെന്താ സംശയം? പ്രത്യേകിച്ച് മലമ്പുഴക്കാരുടെ. കാരണം 20 കൊല്ലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നേതാവാണ് അദ്ദേഹം. പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ശരിയല്ലാത്തത് മുഖത്ത് നോക്കി ശരിയല്ല പറയും, ശരിക്ക് വേണ്ടി വാദിക്കും. നമ്മൾ ശരിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളെയും ചീത്ത പറയും. ആ രീതിയിലുള്ള ശകാരിച്ചും തലോടിയും ഉള്ള ഒരു നേതാവാണ് VS എന്നുള്ളത് കൊണ്ട് കൂടുതൽ അദ്ദേഹത്തോട് അടുപ്പവും സ്നേഹവും പെരുകുകയാണ് ചെയ്തത്.